ചിക്കൻ ഫ്രൈ ആണ്. ശശു എടുത്തതാ. ഹായ് ചിക്കൻ. ജിങ്ക് ജിങ്ക് ജിങ്കൻ ജിങ്ക് 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 ജിങ്കൻ. ഇന്ന് വറുത്ത കോഴി കഴിക്കും. ബാക്കി ഇൻഗ്രീഡിയൻസ് കാണാം. കറിവേപ്പില, എണ്ണ, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മസാല. ആദ്യം ചിക്കൻ നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ചിക്കൻ വരയുന്ന നേരം കൊണ്ട് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. കണ്ട ഇതുപോലെയാണ്. ഉള്ളി ചതച്ചെടുത്തു. വെളുത്തുള്ളിയും കറിവേപ്പിലയും ചതച്ചു. ഇഞ്ചിയും ചതച്ചു. പച്ചലും മുളകും കൂടി ചതച്ചെടുത്ത് നമ്മൾ ചതച്ചെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടിയും മസാലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ചിക്കനിൽ പെരത്തിയെടുക്കണേ. അതിനിടയിൽ എല്ലാം കേറണേ. കണ്ട ചിക്കൻ നല്ലപോലെ മസാല പെടുത്തിയല്ലോ. ഇനി ഇവനെ കുക്കറിലിട്ട് ആവി കയറ്റാം.
അടുപ്പ് കത്തിച്ച് വലിയൊരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുക്കാം. മറച്ചിട്ട് കൊടുക്കാമേ. എണ്ണ തറയെ വീടല്ലേ, എണ്ണ പുറത്ത് വീടാൻ നോക്കണേ. അങ്ങനെ ചിക്കൻ ഫ്രൈ ആയി. ഇനി നമുക്ക് ചിക്കനെ പ്ലേറ്റിലോട്ട് മാറ്റാം. ബാക്കി മുളകും കൂടി കോരിയെടുക്കാം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
വറുത്ത കോഴിന്റെ മണം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് ലൈക്ക്, പ്ലീസ് ഷെയർ. അടുത്ത വീഡിയോ കാണുമ്പോൾ